എന്നെ സംബന്ധിച്ചിടത്തോളം വായന തുടങ്ങണത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. അപ്പോൾ ആ കാലത്ത് വെള്ളിയാഴ്ച ദിവസങ്ങൾ കാത്തിരുന്ന് ബാലരമയും കുരുന്നൊക്കെ വാങ്ങി വായിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ബാലഭൂമി അങ്ങനത്തെ ഒക്കെ ഒരു വായിച്ചിരുന്ന അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന കാലമാണ് പിന്നെ സ്കൂൾ കാലം എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ ആ ഒരു സമയത്തൊന്നും അല്ലാതെ ഈ പുസ്തകങ്ങളായിട്ടുള്ള വായന ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ പുസ്തകത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ ആദ്യമായിട്ട് മനസ്സറിഞ്ഞ് വായിച്ചൊരു പുസ്തകം അത് മേൽവിലാസം നഷ്ടപ്പെട്ടവർ എന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ പുസ്തകമായിരിക്കും. അപ്പോൾ അത് ഞാൻ വായിക്കാൻ തന്നെ കാരണം, ഒന്നാമത് എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആയിരുന്നില്ല. ഞാൻ പുസ്തകങ്ങളുമായിട്ട് ഇടപഴകുന്ന അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ജ്യേഷ്ഠൻ വഴിയാണ് പിന്നെയും കുറച്ച് പുസ്തകങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതും. അങ്ങനെയാണ് ഈ മേൽവിലാസം നഷ്ടപ്പെട്ട പുസ്തകമൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പിന്നീട് ക്യാമ്പസ് ലൈഫിലേക്ക് വരുന്നു. ക്യാമ്പസ് ലൈഫിലാണ് പിന്നീട് വീണ്ടും കാര്യമായ രൂപത്തിലുള്ള ഒരു വായനയിലേക്ക് തിരിയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഉസ്താദുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്വാധീനം അതിൽ വളരെ അധികം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ എനിക്ക് ആദ്യമായിട്ട് വായിക്കാനുള്ള സജഷനായി തന്നിരുന്നത് പിന്നെ ഇസദ് ബഗോവിച്ചിൻ്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, അതിന് മലയാളമായിരുന്നു ഇസ്ലാം രാജമാർഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ട്രാൻസ്ലേഷൻ കുറച്ച് ടഫായിട്ടുള്ള, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം കിട്ടിയ സജഷൻ തന്നെ വായന മടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് എടുത്തു വെച്ചു. അപ്പോൾ ആ ഒരു അധ്യാപകനോട് ചോദിച്ചിരുന്നു, ആ പുസ്തകം വായിച്ചെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പിന്നെ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു വെച്ചു. പിന്നീട് എനിക്ക് രണ്ടാമത് മക്കയിലേക്കുള്ള പാത സജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞാനത് വായിച്ചു. പിന്നീട് അതിൻ്റെ ഒരു വിധിയുടെ ഒരു 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 പിന്നെ ഭാഗമാണ് എന്ന് തന്നെ എന്ന് കരുതാം. എൻ്റെ PG കാലത്തെ തീസിസായിട്ട് പിന്നീട് ഞാൻ ചെയ്യുന്നത് ഇസദ് ബഗോവിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അക്കാലത്തെ വീണ്ടും ഞാൻ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഞാൻ എടുക്കുകയും അത് വായിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായി. ഭാഷാ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് കവിതകൾ. സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ പഠിച്ച അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ സുഗതകുമാരിയുടെയും കുമാരനാശാൻ്റെയൊക്കെ കവിതകളിലൂടെയാണ് ആദ്യമായിട്ട് കവിതകൾ പരിചയപ്പെടുന്നത്. പിന്നീട് മുതിർന്നപ്പോൾ സച്ചിദാനന്ദൻ്റെയും കൽപ്പറ്റ മാഷിൻ്റെയൊക്കെ വരികളിലൂടെ വായിച്ചു നോക്കി കവിതയെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. അതോട് കൂടിയിട്ട് വായനയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായിട്ട് കവിത മാറി തുടങ്ങി. പിന്നീട് വായിക്കുന്ന ഓരോ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ ഓരോ പേജിലും ഓരോ വരികളിലും കവിത നിർബന്ധമാണെന്നുള്ള ഒരു അവസ്ഥ വന്നു തുടങ്ങി. കവിത അല്ലാത്ത വരികൾ പലപ്പോഴും ഭയങ്കര വിരക്തി ഉണ്ടാവും, വായനയിൽ വിരക്തി ഉളവാക്കുന്നതായിരുന്നു. എനിക്ക് വായന വളരെ ഇഷ്ടമാണ്. എനിക്ക് വായന ഇഷ്ടപ്പെടാൻ കാരണം ഞാനല്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ആകാൻ കഴിയുക എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട്. ഭയങ്കര രസമല്ല, നമ്മളല്ലാത്ത ആളുകൾ നമ്മളായിത്തീരുക, നമുക്ക് മറ്റുള്ളവരായി ജീവിക്കാൻ കഴിയുക, മറ്റുള്ളവർ അവരനുഭവിക്കുന്ന അനുഭവങ്ങൾ, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, അതെല്ലാം ഒരു മനുഷ്യനെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു സമയബന്ധിതമല്ലാത്തൊരു മാജിക്കൽ കർത്തവ്യമാണ് വായന. അങ്ങനെ തന്നെ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. എന്നും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ട്രാവലിംഗ് മെത്തേഡായിട്ട് അല്ലെങ്കിൽ ടൈം ട്രാവലിംഗ് മാധ്യമമായിട്ട് വായന എന്നെ എന്നും കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ വായനാകാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നീട് ഫിക്ഷനിലേക്ക് തിരിഞ്ഞു. പഠിക്കുന്ന കാലത്ത് തന്നെ കവിതകൾ എഴുതി, കഥ എഴുതി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രചോദനവും അതിൻ്റെയൊക്കെ ഒരു വഴക്കും ലഭിക്കുന്നത് ആഴ്ച പതിപ്പുകൾ, മാതൃഭൂമി, ചന്ദ്രിക,
മാധ്യമം പോലെയുള്ള ആഴ്ചപ്പതിപ്പുകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പിന്നീട് തുടർന്നു. പിന്നീട് PG പഠനകാലത്തും ദാറുൽ പോയാൽ അവിടെയും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വൈകുന്നേരങ്ങളിലും ഒഴിവ് കിട്ടുന്ന പീരീഡുകളൊക്കെ ലൈബ്രറി പോയി അവിടെ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ അവിടെ വെച്ചും പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ, ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ ലഭിക്കാത്ത പുതിയ പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് കുറേ വായിച്ചിരുന്നു. ഇപ്പോഴും തുടരുന്നു. പക്ഷേ അധ്യാപന കാലയളവിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സമയത്തിനൊക്കെ ഒരുപാട് പരിമിതികൾ വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വിദ്യാർത്ഥി കാലത്ത് തന്നെ മാക്സിമം ഒരാൾക്ക് എത്രമാത്രം വായിക്കാൻ പറ്റുമോ അത്രമാത്രം വായിച്ച് തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ വിദ്യാർത്ഥി കാലത്ത് എത്ര വായിക്കുന്നു അതേ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായി നിൽക്കുള്ളൂ. എത്ര കഴിഞ്ഞാലും അധ്യാപന ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു തിരക്കുകളിലേക്കോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വായനയുടെ ഒഴുക്കും സ്വാഭാവികമായും കുറയും. മാത്രമല്ല നമുക്കതിനുള്ള സമയവും കണ്ടെത്തേണ്ട സാഹചര്യം വരും. അപ്പോൾ ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് നമ്മുടെ വിദ്യാർത്ഥി ജീവിതം എന്നുള്ളത്. അപ്പോൾ അത് മാക്സിമം വായനയ്ക്ക് വേണ്ടിയിട്ടും അത്തരം എൻഗേജ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളൊരു ചോദ്യം, വായിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും വായിക്കുന്ന ഒരാൾ ഉള്ളിലുണ്ടാവുന്ന അല്ലെങ്കിൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഉള്ളിലുണ്ടാവുന്ന ചോദ്യമാണ് എന്താ വായിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നുള്ളത്. അപ്പോൾ അതിന് ഇത്ര മറുപടി ഉള്ളൂ. പിന്നെ ഒരാൾക്ക് സ്വയം വികസിക്കണമെന്നും അയാളുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണ്ടാവണമെന്നും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അപ്പോൾ അതെന്ത് വായിക്കണം എന്ന് ചോദിച്ചാൽ അയാൾക്ക് എന്താണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള ഏരിയകളിൽ വായിക്കാം. ചിലർക്ക് പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും താല്പര്യം ഉണ്ടാവുക, അങ്ങനത്തെ ആളുകൾ അങ്ങനെ വായിക്കണം. ചിലർക്ക് ഫിക്ഷനുകൾ മാത്രമായിരിക്കും താല്പര്യം, അങ്ങനത്തെ ആളുകൾ അങ്ങനെ വായിക്കണം. നമ്മൾക്ക് ഏതാണോ വായനയ്ക്ക് ഒഴുക്ക് കിട്ടുന്നത്, ഏത് പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മുടെ വായന മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പുസ്തകം വായനയുടെ ഒരു താളവും അതിൻ്റെ ഒരു ഓളവും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് പുസ്തകവും നമുക്ക് അനായാസം വായിക്കാനും പിന്നെ അത് അനുസരിച്ച് നമ്മുടെ രചനകളും നമ്മുടെ ക്രിയാത്മകമായ രചനകളിലൊക്കെ അത് എഴുതി ഫലിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതിൻ്റെ ആദ്യ ചുവടെന്ന രൂപത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വായനയ്ക്ക് ഒഴുക്കുണ്ടാക്കുന്ന പുസ്തകങ്ങൾ ഏതാണോ അത് തിരഞ്ഞെടുത്ത് വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു നിത്യം കഥകളിലൊക്കെ വരുന്ന ഒരു സംഗതിയാണ് സൂര്യൻ ഉദിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു കഥയിൽ ഒരു സൂര്യൻ ഉദിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും ആ സൂര്യൻ ഉദിച്ചു എന്നതിനെ വായിക്കുകയും ആ വായിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ആ സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെ സങ്കല്പിച്ച് വരും. അപ്പോൾ അത് പലരും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചിലർ രണ്ട് മലകൾക്കിടയിൽ നിന്നിങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഇങ്ങനെ സങ്കല്പിക്കും. മറ്റു ചില ആളുകൾ പിന്നെ വയലോരങ്ങളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ പലർക്കും പല രൂപത്തിലായിരിക്കും ചിന്ത ഉണ്ടാവുക. അപ്പോൾ ഈ വികാസമാണ് യഥാർത്ഥത്തിൽ ഈ ഫിക്ഷൻ വായനയിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു വിഷ്വൽ കണ്ടാൽ ആ വിഷ്വലിൽ ഒരു പ്രഭാതം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് അത് മാത്രമേ നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം നമ്മളൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ ഇത്തരത്തിലുള്ള കഥകളും ഇത്തരത്തിലുള്ള കവിതകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താ വികാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പുതിയ ഐഡിയകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വായിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എൻ്റെ വായനയിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായ വായനക്കാരനായതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അതിനിടയിൽ കിട്ടുന്ന ഒഴിക് സമയത്താണ് പുസ്തകങ്ങൾ വായിക്കാറുള്ളത്. പിന്നീട് വൈകുന്നേര സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഈ മാഗസിനുകളും റിപ്പോർട്ടുകളൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോഴും വായനക്കാരനും ഈ തരുന്നവരെ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ഈ അടുത്തായിട്ട് തിയോഡാഡോ എന്ന് പറഞ്ഞ പോലെ കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാത്രം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരുപാട് സങ്കടവും തോന്നാറുണ്ട്. I don't remember the first book I've read, but I remember the first one that stayed with me. I felt hurt. It was story of Hassan and Ali. They were wandering boys of Afghanistan. They were not having their best of life in their childhood, their teenage years. They were having their bitter truths about politics, about the scoundrel life they have been living, about everything that has been trained to be victims in this real world. I always found out that teenage days were always awesome for everyone, but it was another narration
It was something that had life in it, that had some voices that I resonated with, that I knew that something is wrong, something is not always feel good. Some days should be miserable, but this was something that made me think that one day everything fades off. What if everything that you felt, you cared, you loved, all turned out to be not yours? And you felt unpossessed, and at last you regained that the reality itself is shading, and it always makes you alone. I don't know. That's how I felt after reading that book. It was Khalid Hosseini's The Kite Runner. Still, now, I feel it. I will feel. I don't know. It's my life. It recognizes me. It is what I am, Meli. سلام الله عليكم. هل أتاك حديث نزار قباني إذ قال: الشعر ليس حمامات نطيرها نحو السماء ولا نايا وريح صبا، لكنه غضب طالت أظافره، ما أجبن الشعر إن لم يركب الغضب. يسعدنا أيها السادة مثل هذه السطور، ويقودنا إلى عالم الإبداعات والإحساسات. اللغة العربية لغة الفصاحة والبيان، لغة البديعيات والاقتباسات. ولست أبالي حين أقول: لو كان البحر مدادا لمفردات اللغة العربية وفصاحتها لنفذ البحر قبل أن تنفذ. والسلام عليكم.